ഡോക്ടർ മിസ്സസ് ശക്തി, ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ പോയല്ലോ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല, അപ്പൊ തന്നെ പോയതാ. എത്ര മണിക്കാ ഡ്യൂട്ടി? 5 മണിക്ക് തന്നെ കഴിഞ്ഞു. ഒരുപക്ഷെ ട്രാഫിക് ജാമിൽ കുടുങ്ങിയതാവും. ഇല്ലെന്ന് തീർച്ചയാണോ? ഇല്ല, മാഡം പോയ ശേഷം ഡ്യൂട്ടിക്ക് കയറിയ ഡോക്ടർ ഉണ്ട്, സംസാരിക്കുന്നു. വേണ്ട, വന്നോളൂ അവള്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാം. താങ്ക് യു. അയ്യോ, എന്തിനാമ ദിവസം ഇങ്ങനെ ഉപ്മാവ് തീറ്റിച്ചെന്നെ കൊല്ലുന്നേ? ഞാൻ വടക്കടി അധിക പ്രസംഗി. ആഹാരം കഴിക്കുമ്പോഴാ ഒരു പുസ്തക വായന. വായിക്കുന്നത് മനസ്സിലാകുകയില്ല, കഴിക്കുന്നത് ദഹിക്കുകയില്ല. വേണ്ട, ഇരിക്കടി അവിടെ ധിക്കാരി. ചുമ്മാ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് വൈകിട്ട് തിരിച്ചു വരില്ല. വേണ്ട, വല്ല ട്രെയിനിന്റെ മുമ്പിലും ചാടിയേക്കരുത്, ഞങ്ങൾക്ക് ജോലിയാകും. നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്താമോ? ഇവള് നിന്നെ പോലെയാണ്. ഞാൻ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ദേ ഈ മുടി നോക്ക്, അവളെ പോലെ തന്നെ. മുടി ഒതുങ്ങാത്ത എന്റെ തെറ്റാ? ആ, അത് നോദിക്കെ കെട്ടിക്കൂടെ ചേച്ചിയെ പോലെ? അമ്മയ്ക്ക് എപ്പോഴും ചേച്ചിയോടല്ലേ, ഞാനെന്താ രണ്ടാം കിട്ടില്ലയാ? പിന്നെ എന്തിനാ എന്നെ പറ്റത്? ചേച്ചിയോടെ നിർത്തിക്കൂടായിരുന്നോ? ഒരു ദേഷ്യം കണ്ടില്ലേ? ഇവള് ഡോക്ടറായാൽ ഇവളുടെ അടുത്ത് പേഷ്യൻസ് വന്നത് തന്നെ. എന്റെ ജീവൻ പോയാലും ശരി, ഇവളുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയേക്കരുത്. ശരിയമ്മേ. എന്തോന്ന് ശരിയമ്മ? മതിയടി, വേഗം വാ. അമ്മ പോയിട്ട് വരെ. ഏയ് നിക്കടി, കൈ നീട്ട്. ഒക്കെ നന്നായി എഴുതണം. എങ്ങനെയും ചത്തോളം പറഞ്ഞിട്ട്? രാക്ഷസി പറഞ്ഞതിന്റെ അർത്ഥം അതാണോടി? എന്താണ് ബോഡിഗാർഡ്? ശക്തിക്ക് പരീക്ഷ ആയോണ്ട്. ഓ അതാണോ ശക്തി? അത് വരുന്നു ചേച്ചി. മാറ് 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 ഇങ്ങോട്ട്. വിഷ് യു 4, 5, 6, 7, 8, 9, 10, 11 times. Thank you. ഏയ് കുഴപ്പമില്ല. ഒന്ന് ഷേവ് ചെയ്യും മുത്തശ്ശ, വല്ലാതെ കുത്തും കുത്തും. ഡാ കമിയർ. ചിറ്റപ്പാ. എന്താ നീ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയപ്പോഴേക്കും നിനക്ക് എന്തും ആകാവുന്ന? എന്താ നിന്റെ മോൻ എന്താ കാണിച്ചെന്നറിയോ? അവൻ നിങ്ങളുടെയും കൂടി മോനല്ലേ? എന്താ സംശയ? സ്പെൻസർ സിഗ്നലിൽ ഞാൻ നിൽക്കുമ്പോ സാർ ഫ്രണ്ട്സുമായിട്ട് 4 ബൈക്കിൽ, ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയത്തില്ല, കുടുമി കടുക്കൻ അടാടാടാ എല്ലാത്തിൻ്റെയും വായിന്ന് ഒരേ പോഹ. മനസ്സിലായോ? എന്തോന്ന് നിനക്കും മനസ്സിലാവത്തില്ല, നിന്റെ അച്ഛനും മനസ്സിലാവും. ചുറ്റി വിളിക്കുന്നേ അമ്മ? ഞാൻ സിഗരറ്റ് വലിക്കുന്ന അച്ഛൻ കണ്ടു. ടിഫിനല്ല, വെറും സിഗരറ്റ് അല്ല, വലിച്ചതിന്റെ ബാക്കി. സ്കൂട്ടറിൽ പാൻറ് ഇട്ട ഒരു പെണ്ണ്, അവൾ ഇവന്റെ പുറയില്, അവൾ അങ്ങോട്ട് ചരിഞ്ഞ് അവൻ ഇങ്ങോട്ട് ചരിഞ്ഞ്. അടാടാടാടാടാടാ, കാണാൻ കൊള്ളാവുന്നൊരു കാഴ്ച. നമ്മുടെ കുടുംബത്തിന്റെ പേര് കളയാനായിട്ടൊരുത്തൻ, കൂരുത്തം കെട്ടവൻ. ആരാടാ പെണ്ണ്? എന്തിനാടാ ഇങ്ങനെ പറയിക്കുന്നേ? അമ്മ ഇതൊരു ആൺകുട്ടിയാ, എന്റെ അനിയനെ പോലെയാ. ഡാ അത് ഇതിലും അപകടമാ. മുത്തശ്ശി അത് വെറുതെ പറയുന്നതാ, അത് ചിറ്റപ്പന്റെ ക്ലാസ്മേറ്റാ. മുത്തശ്ശിയും കൂടെ കളിയാക്കാറുള്ളതല്ലേ ഇവിടെ. ഡാ നീ സിഗരറ്റ് വലിക്കോ എന്ത് വേണേ ചെയ്തോ, എനിക്കതൊരു പ്രശ്നമേ അല്ല. പിന്നെന്താ? എന്റെ കാശെടുത്ത് വലിക്കണ്ട, നീ സമ്പാദിച്ച് വലിച്ചോ. ഇടത്തെ കയ്യിലൊന്ന് വെച്ചോ വലത്തെ കയ്യിലൊന്ന് വെച്ചോ, വേണേ ചെവിയിലും ഒന്ന് തിരിയിക്കോ. അയ്യോ, സിഗരറ്റ് വലിക്കുന്ന ഇത്ര വലിയ പാവാണോ? അല്ലടാ, മഹാപുണ്യമാ. എല്ലാവരും എന്നെ പറ്റി എന്താ വിചാരിച്ചേ? സമ്പാദിച്ചുകൊണ്ട് വരുന്നൊരു യന്ത്രമാണെന്നോ? അവന്റെ പ്രായത്തിൽ കാലേ ചെരുപ്പ് പോലും ഇല്ലാതെ അലഞ്ഞിട്ടുണ്ട്, എന്നറിയാമോ? 98ാമത്തെ തവണയത്. 4 അണ തരും അച്ഛൻ. നേരെ ഭീം വിലാസിലേക്ക് പോകും, ഒരു ദോശ ഒരു ചായ, എന്നിട്ട് ഒറ്റ നടത്തയാ കോളേജിലേക്ക്. ഇന്നത്തെ കാലത്ത് 4 അണ കൊടുത്താലേ പിച്ചക്കാർ പോലും എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛനത് എന്തിന്റെ കുഴപ്പാ? അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഓക്കെ, സമ്മതിച്ചു, ഞാൻ നമിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇന്ന് കാലിൽ ചെരുപ്പിലാണ് നടക്കണോ? സൂക്ഷിച്ചു മോളെ, താഴെ വീഴും. എതിർത്ത് സംസാരിക്കാം. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാനൊരു യൂസ്ലെസ്സാ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചവിട്ടി മെതിക്കണമെന്നുണ്ടോ? വാ 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 വാ. നിങ്ങളുടെ പേഴ്സ് ഇങ്ങോട്ട് തന്നെ. എല്ലാം പറയും.
ഇതിന് നേരെ ഇങ്ങ് പോരും. ആ എന്നാ വേണ്ട. ആ നിക്കടാ. പിടിവാശിക്ക് കുറവില്ല, പറക്കം മുറ്റില്ല. അതിനു മുമ്പേ കണ്ടില്ലേ? ആ മോള് വാ. മൊട്ടേന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ പിടിവാദങ്ങള്? നിങ്ങളുടെ ചേച്ചി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് 5 വർഷം എന്നോട് മിണ്ടാതിരുന്നില്ലേ? ആ ഗുണം ഇവനും കാണാതിരിക്കൂ. കാർത്തിക് എവിടെ പോണു? അച്ഛന്റെ സ്വത്തൊക്കെ സിഗരറ്റ് വലിച്ച് ഊതി വിടാം. എടാ, അയ്യോ അതെ. മുത്തശ്ശൻ പോയി, മുത്തശ്ശന്റെ സ്വത്തെല്ലാം പോയി. ആരാണ് കല്യാണ ചെറുക്കൻ? ആരാണ് നീ കൈപിടിക്കും കാണവൻ? ആരാണ് കല്യാണ ചെറുക്കൻ? ആരാണ് നീ കൈപിടിക്കും കാണവൻ? ഇത് സില്ലി. എന്ത് സില്ലി? എന്ത് സില്ലി? ആരെന്നറിയില്ല, പേരറിയില്ല, ഒരു കുന്തം അറിയില്ല. ഈ 7 മില്യൺ പോപ്പുലേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നാ? ഈ 7 മില്യൺ പോപ്പുലേഷനിൽ എത്ര പെണ്ണുങ്ങളുണ്ടാവും? ഏയ്, ചോദിച്ചതിന് ഉത്തരം പറ. 50%. 50 എന്ന് പറയുമ്പോ 3.5 മില്യൺ. ഈ 3.5 മില്യൺ പോപ്പുലേഷനിൽ എത്ര പെണ്ണുങ്ങൾക്ക് 18-നും 22-നും ഇടയ്ക്ക് പ്രായം കാണും? 10%. 10% എത്രയാ? 3.5 ലക്ഷം. അതും അറിയില്ലേ? ഈ 3.5 ലക്ഷത്തിൽ എത്ര പേര് മെഡിക്കൽ കോളേജിൽ? ആ ലേഡി ഡോക്ടറാ? എത്ര പേര് വരും? 1% എത്രയാ? 3500 പേര്. ഈ 3500 പേരിൽ എത്ര പേരാ താമ്പരത്ത് നിന്ന് ട്രെയിനിൽ വരിക? 10%. ഇല്ലില്ല, ഒരു 2%. 2% എത്ര? 70 പേര്. 70 പേര്. ഈ 70 പേരിൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് പറ്റില്ലേ? പറ്റും. താങ്ക് യു. ഒരുപക്ഷെ ലവ് ആയിരിക്കോ? ചുമ്മാ നോക്കി നിന്ന ലവ് വരുമോ? ഇത് വെറും ചാബല്യം. പിന്നെന്തിനാ രാവിലെ 8:55 കണ്ടതിനെ പറ്റി രാത്രി 10 മണിക്ക് ചർച്ച? ഏതോ ഒരു ഭ്രാന്തൻ ട്രെയിനിൽ വെച്ച് സൈറ്റ് അടിക്കുന്നു പതിവായി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ലവ് ഒന്നും അല്ലടാ, വെറും കാമം. ലസ്റ്റ്. ഒന്നും മിണ്ടായിരിക്കടാ ഫ്രോയിഡ്. വെറും ഫിസിക്കിന് വേണ്ടി മാത്രമല്ല ഞാൻ, അത് ഡിവൈൻ ലവ് ആവില്ലടാ. നിന്റെ ശരീരത്തിലെ ഹോർമോൺസ് ഓവർടൈം ചെയ്യേണ്ടി വരുമല്ലോ. വെറുതെ ചീപ്പാക്കല്ലേ. പിന്നെ എന്താ പറയണ്ടേ? റിയൽ ലവ് ആ? ഇലക്ട്രിക് ട്രെയിൻ ലവ് ആണോ അതോ വൺ സൈഡ് ലവ് ആണോ? ഒന്നും നിർത്തടാ. നിനക്ക് ഇഷ്ടായിന്ന് തോന്നുന്നു. പൂർണി, ഞാൻ അങ്ങനെ ഏതെങ്കിലും ലവ് ചെന്ന് പെടുവോ? അതൊക്കെ ഒരു പണിയില്ലാത്തവർക്കാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഡെഫിനറ്റ് ആയിട്ടും തന്നെയാ. നിന്റെ മോൻ കണ്ടാൽ അറിയാലോ. എന്ത്? പെട്ടെന്ന് ഒരു 40 വോൾട്ട് പ്രകാശം കൂടിയിട്ടുണ്ട്. പൊടി പൊടി കളി. ശക്തി, നിന്റെ പേഷ്യന്റ് ഒന്നും കണ്ടില്ലേ? നോക്കണേ. നിക്ക് നോക്കാം. ശരിക്കും നോക്ക്, നിന്നെ തേടുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വന്നിട്ടില്ല. എനിക്കറിയാം. വന്നിട്ടുണ്ടാവും. സുജയ്, നീ എന്ത് പറയുന്നു? ഹേയ്, സത്യമായിട്ട് പറയുന്നേ? പറ. ഇവിടെ തന്നെ ഉണ്ടാവും. ഏയ്, ദേ അങ്ങോട്ട് നോക്ക്. എവിടെ? ദേ ആ പ്ലാറ്റ്ഫോമില്. ചോദിക്കട്ടെ? ചേച്ചി ചോദിക്കാൻ പോവാ. ആരെ കാണണം? ശക്തിയാ? ശക്തി? ശക്തി തന്നെയാണോ? വിളിച്ചു കുഴപ്പിക്കല്ലേ? വരുന്നുണ്ട് നിന്റെ ഋത്വിക് റോഷൻ.
ശക്തി. ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല, നിന്നോട് എനിക്ക് ആരാധനയില്ല, നീ വലിയ സുന്ദരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന എനിക്കൊരു പേടി. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിന്നെ ആഗ്രഹിച്ചില്ല, സുന്ദരിയാണെന്ന് പറഞ്ഞില്ല. പൂർണി, ഇതൊക്കെ സംഭവിക്കുന്ന ഭയം. ക്രേസിയാ. ഇവിടെ എത്തി റോമിയോ. ചെല്ലല്ലേ, നീ പോയി സംസാരിച്ചിട്ട് വാ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഏയ്, നീ ഇതെവിടെ പോന്നു? അവക്കൊരു സപ്പോർട്ടിന്. പേരെന്താ? കാർത്തിക്. കാർത്തിക്, ആർ യു റിച്ച്? ക്ലാസ്സിലെ ലാസ്റ്റ്, എക്സാമിൽ ഫെയില്. എന്താ വെച്ചാൽ പണക്കാര പിള്ളേർ ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് കാണുന്ന പെമ്പിള്ളേരുടെ പുറകെ ചുറ്റാറുണ്ട്. സഖിയേ, സ്നേഹിതയേ